ആറന്മുളയിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്നും മുന്നണിയും പാർട്ടിയും ഏൽപ്പിച്ച ദൌത്യം ഭംഗിയായി നിറവേറ്റാനാവുമെന്ന് വിശ്വസിക്കുന്നതായും ആറന്മുളയിലെ സിപിഎം സ്ഥാനാർത്ഥിയും മാധ്യമപ്രവർത്തകയുമായ വീണ ജോർജ് പറഞ്ഞു. തന്നെ സമുദായ സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചത് പരാജയഭീതി മൂലം എതിരാളികൾ അഴിച്ചുവിട്ട കുപ്രചാരണത്തിന്റെ ഭാഗമാണെന്നും വീണ ജോർജ് പ്രതികരിച്ചു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തുവന്നതോടെ മണ്ഡലത്തിൽ സജീവ പ്രചാരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് ആറന്മുളയിലെ സിപിഎം സ്ഥാനാർത്ഥിയും മാധ്യമപ്രവർത്തകയുമായ വീണ ജോർജ്. ആറന്മുളയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വിവാദങ്ങളെ കരുതലോടെയാണ് വീണ ജോർജ് നേരിട്ടത്. ആറന്മുള മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന തനിക്ക് നാടിന്റെ സ്പന്ദനം നന്നായി അറിയാം. തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പരാജയഭീതി പൂണ്ടവരാണ് കുപ്രചരണങ്ങളുടെ പിന്നിലെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ആറന്മുള മണ്ഡലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാകുമെങ്കിൽ അതിനെ ഭയക്കുന്ന ശക്തികൾ അങ്ങനെയുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടു. പരാജയഭീതി കൊണ്ട് ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ട പ്രചരണമായി മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന പ്രതിഷേധങ്ങളെക്കുറിച്ച് നേരിട്ടറിവില്ല. എക്കാലത്തും പുരോഗമനപക്ഷത്താണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. മുന്നണിയും പാർട്ടിയും ഒറ്റക്കെട്ടാണെന്നും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വീണ ജോർജ് കൂട്ടിച്ചേർത്തു. നിർദ്ദിഷ്ട ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചും ചർച്ചകളെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇത്രയധികം വിദേശ മലയാളികൾ ഉള്ള ഒരു ജില്ല വേറെയില്ല. ഒരു വിമാനത്താവളം ജില്ലയ്ക്ക് ആവശ്യമാണ്. പക്ഷേ ആവശ്യമാണെന്ന് പറയുമ്പോഴും ആളുകളിലൂടെ കുടിയൊഴിപ്പിക്കൽ അല്ലെങ്കിൽ ആളുകൾ അവിടെ നിന്ന് മാറ്റി താമസിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ആരാധനാലയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ്, ഇത് പരിഹരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ബാധിക്കുന്ന ദോഷകരമായി ബാധിക്കുന്ന ഒന്നിനും സിപിഎമ്മോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ കൂട്ടുനിൽക്കുകയില്ല. മണ്ഡലം അനുഭവിക്കുന്ന വികസന പിന്നോക്കാവസ്ഥ പ്രധാന പ്രചരണ വിഷയമാക്കുമെന്നും വീണ ജോർജ് പ്രതികരിച്ചു. ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം സജോ ദേവസ്യ, മീഡിയ 1, പത്തനംതിട്ട.